ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും സന്ദേശ റാലിയും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ, സൗഹൃദ ക്ലബ് അംഗങ്ങൾ, PTA, SMC സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഗാന്ധി സ്ക്വയറിൽ നിന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർഡ് കൗൺസിലർ സക്കീർ ഹുസൈൻ, PTA പ്രസിഡന്റ് സിദ്ദിഖ് വടക്കൻ, പ്രിൻസിപ്പൽ ബിന്ദു VM, PTA അംഗം റെജി കുറ്റിപ്പാടം, SPC CPO അംഗങ്ങൾ പോൾ സിറിയക് തുടങ്ങിയവരും സംബന്ധിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം നഗരം ചുറ്റിയ റാലി സ്കൂളിൽ സമാപിച്ചു. മാറമ്പിള്ളി MES കോളേജിലെ വിദ്യാർത്ഥികൾ ഗാന്ധി സ്ക്വയർ പരിസരം വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, മുൻ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ, അധ്യാപകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു അബീഷ്, ബ്ലോക്ക് മെമ്പർമാർ, DDO തുടങ്ങിയവരും പങ്കെടുത്തു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി തൻ്റെ ജീവിതം തൻ്റെ സന്ദേശമാണെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും ആ സന്ദേശം പിന്തുടരാൻ കഴിയണം. അദ്ദേഹം കാട്ടിത്തന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇന്നലകളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഗാന്ധിജി, ഇന്നലെ മരിച്ചുപോയ ഒരാളുമല്ല. നാളെ ജീവിക്കുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധിജി. അപ്പോൾ ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, അർപ്പണ മനോഭാവം, രാജ്യസ്നേഹം, രാഷ്ട്രസ്നേഹം ഒക്കെ എല്ലാവർക്കും മാതൃകയാണ്. വലിയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ പോർബന്തറിൽ മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പം അത്ര വലിയൊരു ജീവിത സാഹചര്യം ജീവിച്ച മഹാത്മാഗാന്ധി എല്ലാം ത്യജിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു, ജനങ്ങളെ കണ്ടു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നിന്നു എന്നുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും വലിയ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ് മഹാത്മാഗാന്ധി. ആ ഗാന്ധി നമുക്ക് വലിയ പ്രചോദനമായി തീരട്ടെ. നമുക്കെല്ലാവരുടെയും മനസ്സിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഒരു വലിയ വെളിച്ചമായി ഗാന്ധി ഇനിയും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.